KTU 2024 സ്കീമിലെ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ഡയഗ്രാം ടു ഷോ ദ കമ്പോണൻസ് ഓഫ് എ മദർ ബോർഡ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എനി ത്രീ കമ്പോണൻസ് ഇൻ എനേബിളിംഗ് എഫക്റ്റീവ് സിസ്റ്റം പെർഫോമൻസ്. സോ 6 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് മൊഡ്യൂൾ 1ന്റെ പാർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സോ ഫസ്റ്റിന്റെ മദർ ബോർഡിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. The motherboard is a main circuit board that connect and allow communication between all computer components. സോ മദർ ബോർഡ് നമുക്കറിയാം ഒരു സർക്യൂട്ട് ബോർഡ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഡയഗ്രാം കാണാം. മദർ ബോർഡിന്റെ ഡയഗ്രാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഡയഗ്രാം. അപ്പോൾ അതിലെ മെയിൻ കമ്പോണൻസ് ഒക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, ഈ ഒരു മദർ ബോർഡിന്റെ ഡയഗ്രാം നമ്മൾ പേപ്പറിൽ വരയ്ക്കണം. എക്സാം ടൈമിൽ ഈ ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പലർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നത് പോലെ ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ ബാക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയഗ്രാം. നിങ്ങൾക്ക് ഈ രണ്ട് ഡയഗ്രാംസും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ്, പക്ഷെ കുറച്ച് സിമ്പിൾ ആയിട്ട് വരച്ചു എന്ന് മാത്രം. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇതിൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സി പി യുന്റെ ഡയഗ്രാം. അപ്പോൾ സി പി യുടെ ഉണ്ട്, സി പി യുന്റെ ആ ഒരു സി പി യു കണക്ട് ചെയ്യാനൊരു ബോർഡ് നിങ്ങളത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് പവർ കണക്ടേഴ്സ്, ദെൻ മെമ്മറി സ്ലോട്ട്സ്. ഇതാണ് മെമ്മറി സ്ലോട്ട്സ്. ഇവിടെയാണ് നമ്മൾ റാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനടുത്തത് നോർത്ത് ബ്രിഡ്ജ് കാണുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് സൗത്ത് ബ്രിഡ്ജ് ഇവിടെ കാണാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് AGP സ്ലോട്ട്, പിന്നെ ബയോസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ദെൻ PCI സ്ലോട്ട്സ്, 5 PCI സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ബാക്ക് ബാറ്ററി. ഈ ഒരു പ്ലേസിലായിരിക്കും നമ്മൾ CMOS ബാറ്ററി പ്ലേസ് ചെയ്യുക. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മളെ പെരിഫറൽ ആയിട്ടുള്ള കണക്ട് ചെയ്യാനുള്ളത്, കണക്ടേഴ്സ് ഫോർ പെരിഫറൽസ്. നമുക്ക് USB, എതർനെറ്റ് പോർട്ട്, പിന്നെ ഓഡിയോ വീഡിയോ, ആ പോർട്ടുകളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ എന്തായാലും നിർബന്ധമായും പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് പാർട്ട് കംപ്ലീറ്റ് ആയി. മദർ ബോർഡിന്റെ ഡയഗ്രാം വരയ്ക്കാനാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഡയഗ്രാം ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുക. നെക്സ്റ്റ് ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളോട് 3 കമ്പോണൻസ്, മെയിൻ ആയിട്ടുള്ള 3 കമ്പോണൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇപ്പോൾ CPU ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ഡയഗ്രത്തിൽ നോക്കുക. ദെൻ അതിന് കുറച്ച് പോയിന്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഫസ്റ്റ് പോയിന്റ്, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് പ്രോസസ് ഇൻസ്ട്രക്ഷൻ. CPUവിനെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയും. അതെന്തായിരിക്കും, ഇൻസ്ട്രക്ഷനൊക്കെ എല്ലാവർക്കും പ്രോസസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ പാർട്ട്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, അതാണ് CPU. Then it handles all calculations, logic and system operations. അപ്പോൾ CPUവിൻ്റെ ഒരു ഫിഗർ എന്തായിരിക്കും, CPUവിൽ മെയിൻ ആയിട്ട് നമുക്ക് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കാണാം. അരിത്മെറ്റിക് ഓപ്പറേഷൻസും ലോജിക് ഓപ്പറേഷൻസും ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. ദെൻ രജിസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കൺട്രോൾ യൂണിറ്റ്, നമ്മളെ കൺട്രോൾ സിഗ്നൽസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ യൂണിറ്റ്. ഇതെല്ലാം CPUവിൻ്റെ ഒരു പാർട്ടാണ്. സോ ഇങ്ങനെ നമ്മൾ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് വഴി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നു. ദെൻ അടുത്ത പോയിന്റ്, എ ഫാസ്റ്റർ CPU ഇംപ്രൂവ് ഓവറോൾ സിസ്റ്റം സ്പീഡ് ആൻഡ് മൾട്ടി ടാസ്കിങ്. അത് അടുത്ത പോയിന്റിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എ CPU ക്യാൻ കണ്ടെയ്ൻ 1 or multiple കോഴ്സ്. ഒന്നോ അതിലധികമോ കോഴ്സ് ഉണ്ടായിരിക്കും. എ CPU with a single core can only perform a single task at a time, while those with multiple cores can execute multiple tasks simultaneously. മൾട്ടിപ്പിൾ കോഴ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്ക് നമുക്ക് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പോണന്റ് റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പോൾ റാം പ്ലേസ് ചെയ്തിരിക്കുന്ന ആ മെമ്മറി സ്ലോട്ടിൽ ഈ ഒരു സ്ലോട്ടിലായിരിക്കും നമ്മൾ ആ ഒരു റാമിനെ പ്ലേസ് ചെയ്യുക. ദെൻ റാം ടെമ്പററി സ്റ്റോർസ് ഡാറ്റ ഫോർ ക്വിക്ക് ആക്സസ് ബൈ ദ CPU.
ദെൻ അടുത്ത പോയിന്റ് എന്താ, മോർ റാം അലോ സ്മൂത്തർ മൾട്ടി ടാസ്കിംഗ് ആൻഡ് ഫാസ്റ്റർ ആപ്ലിക്കേഷൻ എക്സിക്യൂഷൻ. Then next point, reduce dependency on slower storage device like HDDs. റാമിനെയും ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഇതിനാണ്, റാമിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ റാൻഡം ആക്സസ് മെമ്മറിയിൽ എഴുതേണ്ടത്. ഇനി അടുത്ത കമ്പോണൻസ് 3 മെയിൻ പാർട്ടാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തതായി റാൻഡം ആക്സസ് മെമ്മറിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചിപ്പ് സെറ്റിനെയാണ്. സോ അതിൽ തന്നെ നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നോർത്ത് ബ്രിഡ്ജിന് ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നു നോർത്ത് ബ്രിഡ്ജ്, ആൻഡ് സൗത്ത് ബ്രിഡ്ജ് ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം? സോ ഫസ്റ്റ് പോയിന്റ്, controls data flow between CPU, RAM and other peripherals. ഏതൊക്കെ എവിടേക്കുള്ള കൺട്രോൾ ചെയ്യുന്നുണ്ട്? CPU, RAM ആൻഡ് അതർ പെരിഫറൽ ഡിവൈസസ്, ഓൾമോസ്റ്റ് എല്ലാ ഇതും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ ചിപ്പ് സെറ്റ് ആണ്. ദെൻ affect system performance by managing communication speed. ദെൻ സ്പീഡ് കൂടുമ്പോൾ എന്താ, സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ്, മോഡേൺ ചിപ്സെറ്റ് സപ്പോർട്ട് ഹൈ സ്പീഡ് മെമ്മറി ആൻഡ് കണക്ടിവിറ്റി. ഈ പോയിന്റ് തന്നെ ഒന്ന് ലാസ്റ്റ് പോയിന്റും ഇതിനൊന്ന് എൻഹാൻസ് ചെയ്തതാണ്, അതായത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എ മോഡേൺ ചിപ്സെറ്റ് എൻഹാൻസസ് സിസ്റ്റം എഫിഷ്യൻസി, മാനേജസ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് സപ്പോർട്ട് അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്. മോഡേൺ ചിപ്സെറ്റ്സ് എന്താ, സിസ്റ്റം എഫിഷ്യൻസി എൻഹാൻസസ്, എന്തായാലും നമ്മുടെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ ഇതിനെ മാനേജ് ചെയ്യുന്നുണ്ട്, ആൻഡ് സപ്പോർട്ട് അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്. അപ്പോൾ ഇതാണ് ചിപ്സെറ്റ്. ചിപ്സെറ്റിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആണ്? നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ ഈ ഫിഗറിൽ കൃത്യമായി ഏതാണ് നോർത്ത് ബ്രിഡ്ജ് ഏതാണ് സൗത്ത് ബ്രിഡ്ജ് നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി വരുന്നത്. 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മാർക്കിനാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് എന്താ, ഈ ഫിഗർ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഫിഗർ നിർബന്ധമായും പഠിച്ചു വെക്കണം, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ. ബേസിക് ആയിട്ട് ഇത്രയും കമ്പോണൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങളെ ഫിഗറിൽ ഉണ്ടായിരിക്കണം. ഇതിൽ നിന്നൊന്ന് ഇനി കട്ട് ചെയ്ത് മാറ്റരുത്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാ കമ്പോണൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. താങ്ക് യു.